ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ പഴയ പോലെ ഓട്ടോമോട്ടീവ് റിവ്യൂസ് ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. സോ ഇന്നൊരു പുതിയൊരു വണ്ടി കവർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് NBTയുടെ ഹ്യുണ്ടായി ഷോറൂമിലാണ്. സോ വണ്ടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളിങ്ങനെ ഹ്യുണ്ടായി വെന്യൂ എൻലൈൻ്റെ ലോഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഈ കിടക്കുന്നതാണ് വണ്ടി. നല്ലൊരു ഗ്രേ ബ്ലാക്ക് ഡുവൽ ടോൺ വരുന്നൊരു വണ്ടിയാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ഇതിൽ എൻലൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് റെഡ് സ്ട്രിപ്സൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. സോ ഫ്രണ്ട് ബമ്പർ നോക്കുമ്പോൾ എൻറ്റയർലി ന്യൂ ഒരു ഫേസാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒരു DRL-ഉണ്ട്, അതിവിടെയും കണക്റ്റഡ് ആണ്. പിന്നെ LED ഹെഡ്ലൈറ്റ്സാണ് വന്നിരിക്കുന്നത്. DRL കണക്റ്റഡ് ആണ് ഈ ഒരു പോയിന്റിൽ. പിന്നെ എൻലൈൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഒരു ബമ്പറാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കുള്ളൊരു ബമ്പറാണെന്ന് പറയാം. സോ ഇനി നമ്മൾ സൈഡ് പോർഷനിൽ വരുമ്പോൾ നമുക്ക് ഇവിടെയും എൻലൈൻ്റെ ഒരു ബാഡ്ജ് കാണാം. നല്ലൊരു അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രേ ഡുവൽ ടോൺ ഗ്രേ, ഒരു മെഷീൻ കട്ട് അലോയ് ആണെന്ന് പറയാം. പിന്നെ ടയർ വന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. ഇത് എൻലൈനിൽ സ്പെസിഫൈ ആയിട്ട് വന്നിരിക്കുന്നതാണ് 17 ഇഞ്ച് അലോയ്. അപ്പോളോ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റെഡ് സ്ട്രിപ്സ് സൈഡിലും കാണാം. ഇത് എൻലൈനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു മിററിൻ്റെ ഇവിടെ വരുമ്പം ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു സംഭവമുണ്ട്. ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഡോർ പാനലിൽ വരുമ്പോൾ ഇവിടെ ഒരു കീലെസ് എൻട്രി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് സൈഡ് ലുക്ക് വരുമ്പോൾ വീൽ ബേസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്യൂവിൻ്റെ ഒരു ബാഡ്ജ് ഈ ഒരു പില്ലറിൽ വന്നിട്ടുണ്ട്, C പില്ലറിൽ. പിന്നെ ടെയിൽ പോർഷൻ വരുമ്പോൾ ടെയിൽ പോർഷൻ നമുക്ക് സിമിലർ ടു റേഞ്ച് റോവർ ആണെന്ന് പറയാം. ഈ ഒരു ലൈറ്റും സംഭവം. വെന്യൂവിൻ്റെ ബാഡ്ജിങ് ഇതിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്, പുറത്തോട്ടല്ല. ഇവിടെ ഒരു എൻലൈൻ ബാഡ്ജിങ് ഉണ്ട്. നമുക്ക് ഡുവൽ മഫ്ലറാണ് വന്നിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിതാ ഈ ഒരു എൻലൈൻ്റെ ആ ഒരു റെഡ് സ്ട്രിപ്സ് ഇവിടെയുണ്ട്. റിയർ ക്യാമറ വരുന്നത് ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു പോർഷനിലാണ്. പിന്നെ ഒരു വൈപ്പർ വന്നിട്ടുണ്ട്. നല്ലൊരു കിറ്റിലൊരു സ്പോയിലറാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ലൈറ്റും ഉണ്ട്, സ്റ്റോപ്പ് ലൈറ്റ്. സോ ഇതാണ് ബാക്കിൽ നിന്നുള്ള ആ ഒരു ലുക്ക്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകാം. എൻലൈൻ വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വരുന്നത്, ഇൻക്ലൂഡിങ് ഹെഡ്ലൈനർ ഉൾപ്പെടെ ബ്ലാക്കാണ് വരുന്നത്. നല്ല ബ്ലാക്ക് ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡോർ സൈഡ് നോക്കുമ്പോൾ നമുക്കിവിടെ ഡോറിൻ്റെ കൺട്രോൾസ് ഉണ്ട്. വിൻഡോ കൺട്രോൾസ്, ലോക്ക് ചെയ്യാനുള്ള കൺട്രോൾസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു സൺ റൂഫ് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. വണ്ടിയുടെ അകത്തോട്ട് കയറി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണെന്ന് പറയാം. ഇത് വെൻറ്റിലേറ്റഡ് സീറ്റ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫ്രണ്ട് 2 സീറ്റ്സും വെൻറ്റിലേറ്റഡ് ആണ്. പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് വരുന്നത് വിത്ത് ഓട്ടോ ഹോൾഡ് ഫങ്ഷൻ. ഇത് ഓട്ടോമാറ്റിക്കാണ് വണ്ടി. പിന്നെ സ്റ്റിയറിംഗ് വീല് കണ്ടോ, സ്റ്റിയറിംഗ് വീല് എൻലൈൻ്റെ ആ ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇപ്പുറത്തുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇപ്പോൾ ഓണല്ല, പക്ഷേ ഡുവൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. 12.5 ഇഞ്ചിൻ്റെ 2 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സാണ് വരുന്നത്. നമുക്ക് AC കൺട്രോൾസ് എല്ലാം സ്വിച്ചാണ് വന്നിട്ടുള്ളത്. അതെന്തായാലും നല്ലൊരു ഫീച്ചറാണെന്ന് പറയാം. പിന്നെ ഫാനിൻ്റെ നോബ് പോലെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്പ് ഡൗൺ നോബായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കൺട്രോൾ 2 സൈഡിലായിട്ട് വരുന്നത്. പിന്നെ പാർക്കിംഗ് ക്യാമറയുടെ വ്യൂ വരുന്നുണ്ട്. ഒരു വയർലെസ് ചാർജിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ
ടൈപ്പ് സി പോർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. സോ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് റിയർ സീറ്റിന് അങ്ങോട്ട് പോവാം. റിയർ ഡോറിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. നമ്മൾ ക്രെറ്റയിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ സൺ ബ്ലൈൻഡ്സ് ഇതിന് വരുന്നുണ്ട്. അത് വളരെ ഒരു യൂസ് ഉള്ളൊരു ഫീച്ചറാണെന്ന് പറയാം. പിന്നെ അതാ ഇവിടെ സീറ്റ്സ് വരുന്നുണ്ട്. സീറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫീച്ചറാണെന്ന് നമുക്ക് പറയാം. റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ്. ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു AC വെൻസ് വരുന്നുണ്ട്, ചാർജിങ് പോർട്ട്സ് ഉണ്ട്, 2 ടൈപ്പ് സി. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹ്യുണ്ടൈ വെന്യൂവിൻ്റെ ലോഞ്ചിനാണ് വന്നത്. നല്ലൊരു കിട്ടില്ല വണ്ടിയായിരുന്നു. സോ ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ ചാനലിൻ്റെ അടുത്ത ലോഞ്ച് ഇവൻറ്റ് വരുന്നത് ടാറ്റയുടെ സീറ വണ്ടിയാണ്. നവംബർ 25-നാണ് അതിൻ്റെ ലോഞ്ച് വരുന്നത്. സോ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരേക്കും സീ യു, ബൈ.